ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 17ാം സിവിൽ സർവീസസ് ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. പൊതുഭരണരംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും ശ്രീ മോദി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22-നും 23-നും സൗദി അറേബ്യ സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ 3ാം സൗദി സന്ദർശനമാണിത്. ജമ്മുകശ്മീരിലെ രാംബൻ ജില്ലയിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമുണ്ടായ സെരി ബാഗ്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വാൻസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ത്യയുടെ വിദേശ വിനിമയ വ്യാപാരത്തിൽ ഇരട്ടി വർധനയുണ്ടായതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2020-ലെ 32 ശതകോടി ഡോളറിൽ നിന്ന് 2024-ൽ 60 ശതകോടി ഡോളറായി വിദേശ വിനിമയ വിപണി കുതിച്ചുയർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം പ്രഖ്യാപിക്കുന്ന ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കാസർഗോഡ് നിർവഹിക്കും. മെയ് 30 വരെയാണ് പരിപാടി. വയനാട് പരൂർ കുന്ന് പുനരധിവാസ മേഖലയിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മെയ് 10-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. പ്രൈമറി തലങ്ങളിൽ ഇതിനായി ഹെൽത്തി കിഡ്സ് പുസ്തകവും 1 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് യോഗ, കല, തൊഴിൽ മേഖലകളിൽ പ്രത്യേക പാഠപുസ്തകങ്ങളും തയ്യാറാക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSSൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. തിരുവനന്തപുരം ജില്ലയിലെ 10 വിദ്യാലയങ്ങളിലാണ് ക്യാമ്പ്. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ചരിത്രപരമായ പ്രാധാന്യം ഉയർത്തിക്കാണിക്കുകയാണ് തീർത്ഥാടന വിനോദസഞ്ചാര പദ്ധതികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഫറോക്ക് പള്ളിത്തറ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ട് പ്രത്യേക പരിശോധനയിൽ 146 പേർ അറസ്റ്റിൽ. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 124 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്ന 2276 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അമേരിക്കയിൽ നടക്കുന്ന ലോക സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യയുടെ വീർ ചോട്രാനിയും അനാഹത് സിംഗും യോഗ്യത നേടി. അടുത്ത മാസം 9 മുതൽ 17 വരെ ചിക്കാഗോയിലാണ് ചാമ്പ്യൻഷിപ്പ്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 7 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 158 റൺസ് വിജയലക്ഷ്യം ബംഗളൂരു 19ാം ഓവറിൽ മറികടന്നു. 2ാം മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 14ാം ഓവറിൽ 3 വിക്കറ്റിന് 100 റൺസ് എന്ന നിലയിലാണ്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ വീണ് മരിച്ച 4 വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കടമ്പനാട് വടക്ക് തോയ്പാട് അഭിരാം ഭവനിൽ അജിയുടെയും ശാരിയുടെയും ഏകമകനാണ്. സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കനകക്കുന്നിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ഈ മാസം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അസം സന്ദർശനത്തിനായി എത്തിയ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക് ഇന്ന് ജോഗിഗോപ്പയിലെ ഉൾനാടൻ ജലപാത ടെർമിനലിലെയും ബഹുതല ലോജിസ്റ്റിക് പാർക്കിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ നിരീക്ഷിച്ചു. ഭൂട്ടാനുമായുള്ള വ്യാപാര സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഈ ഗതാഗത പദ്ധതികൾ ഈ വർഷം ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. കാനഡയിലെ വാൻകൂവറിൽ പുരാതനമായ റോസ് സ്ട്രീറ്റ് സിഖ് ഗുരുദ്വാര കെട്ടിടത്തിന്റെ ചുവരുകളിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പെയിന്റ് ചെയ്തതായി കണ്ടെത്തിയ സംഭവത്തിൽ വാൻകൂവർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തെ ഖൽസ ദിവാൻ സൊസൈറ്റി ശക്തമായി അപലപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.